ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ ഈ ഗപ്പിയുടെ ബൗൾ ഒന്ന് ക്ലീൻ ചെയ്തു. ഒരു ഗപ്പി ചത്തുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നിയോണ്ടട്രയുടെയും ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നിങ്ങൾ ഇതിനകത്ത് അപ്ഡേറ്റ് കണ്ടായിരുന്നു. നമ്മുടെ ബെറ്റാ ഫിഷിൻ്റെ ടാങ്കിനകത്ത് 2 സ്നെയിലിനെ ഇട്ടു. അപ്പം സ്നെയില് ഒരു ക്ലീനിങ് ക്രൂ പോലെ ആയതുകൊണ്ട് ഇതങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വേസ്റ്റ് എല്ലാം നമ്മുടെ സ്നെയിലുകൾ തിന്നോളും. ഇത് ഗോൾഡൻ മിസ്റ്ററി സ്നെയിൽ അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ എന്നറിയപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ബെറ്റക്കുട്ടൻ ഇവിടെ ഉണ്ട്. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ ഈ ഗപ്പിയുടെ ബൗൾ ഒന്ന് ക്ലീൻ ചെയ്തു. ഒരു ഗപ്പി ചത്തുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നിയോണ്ടട്രയുടെയും ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നിങ്ങൾ ഇതിനകത്ത് അപ്ഡേറ്റ് കണ്ടായിരുന്നു. നമ്മുടെ ബെറ്റാ ഫിഷിൻ്റെ ടാങ്കിനകത്ത് 2 സ്നെയിലിനെ ഇട്ടു. അപ്പം സ്നെയില് ഒരു ക്ലീനിങ് ക്രൂ പോലെ ആയതുകൊണ്ട് ഇതങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വേസ്റ്റ് എല്ലാം നമ്മുടെ സ്നെയിലുകൾ തിന്നോളും. ഇത് ഗോൾഡൻ മിസ്റ്ററി സ്നെയിൽ അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ എന്നറിയപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ബെറ്റക്കുട്ടൻ ഇവിടെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇവിടെ ചെറിയ ഒരു ഗാർഡൻ പോലൊക്കെ ആക്കി ഒരു ചെറിയ ടാങ്ക് പോലൊക്കെ ഇവിടെ വെച്ചാൽ ഗപ്പികളെ അതിനകത്ത് വളർത്താമെന്ന് വിചാരിച്ചു. കാരണം ഗപ്പിക്ക് സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് ഒരു ഗപ്പി മരിച്ചുപോയത്. ഇത് അക്വേറിയമാണ് കേട്ടോ. ഇതിനകത്ത് ഒരു കുറച്ചെണ്ണം ഉണ്ടായിരുന്നു, അതെല്ലാം ചത്തുപോയി. ഇതിനകത്ത് ഒരു ഗ്രീൻ ടൈഗറുണ്ട്, പിന്നെ 2-3 വിഡോ ഫിഷും, പിന്നെ 2 സീബ്ര ഡാനിയോസും, പിന്നെ മറ്റേ ഒരു പേര് നമ്മുടെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആൽബിനോ ഒരു ടൈപ്പ് ടെട്ര, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. അത്രയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഗൈസ്, ഇത് പഴയ ഗപ്പിയുടെ ഒരു ചെറിയ ടാങ്കാണ്. ഇത് ഞാൻ ഈ വെക്കേഷന് പെയിൻ്റൊക്കെ അടിച്ച് കുറച്ച് ഗപ്പിയെ ഇട്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഗപ്പി ഇവിടെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതിനെല്ലാം പിടിച്ചിട്ട് ഇതിനി നമുക്ക് ക്ലീൻ ചെയ്ത് ആ മുകളിൽ അവിടെ കൊണ്ടു വെച്ചാലോ. ഞാൻ ആ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടു വെച്ചാലോ. അതെങ്ങനെ ഉണ്ട് ആ പ്ലാൻ? ഗൈസ്, അപ്പം ഈ ഒരു ചെടിയാകട്ടെ ഞാൻ ആ ഗാർഡനിലെ ആദ്യത്തെ ഇതായിട്ട് നടാൻ പോകുന്നത്. ഞാനതൊരു ബാൽക്കണി ഗാർഡൻ പോലൊരു അത്യാവശ്യം ഇൻഡോർ ഗാർഡൻ പോലൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ചിമ്പുക്കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഹായ് പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അവന് ക്യാമറ എടുത്തുകൊണ്ടിരുമ്പോൾ നാണോ കേട്ടോ. ഞാനിത് നടാൻ വേണ്ടി ഇവിടെ ഇരുന്ന പഴയ ചട്ടിയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ നടാൻ പറ്റുന്ന ടൈപ്പ് ചട്ടിയാണ്. ഇതിനകത്ത് ഇത് ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഇതിനകത്ത് മണ്ണ് നിറച്ച് ഇനി അത് നടാം. അത് ഞാൻ നട്ടു. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട. ഇത് ഞാൻ മുകളിൽ കൊണ്ടുപോയി പുതിയ ഗാർഡൻ സെറ്റപ്പ് തുടങ്ങാൻ പോവുക. അപ്പം അവിടെ വെക്കാം. ഇവിടെ എല്ലാം കുറേ ചെടികളൊക്കെ ഉണ്ട്, പക്ഷേ വെളിയിൽ വളർത്തുന്ന പോലെ അല്ലല്ലോ. ഒരു ബാൽക്കണി ഗാർഡൻ എന്ന് പറയുമ്പം വേറൊരു രസമല്ലേ. അപ്പം ഞാൻ ഇതും കൊണ്ട് മുകളിലോട്ട് പോവുക. ഇവിടെ കുറച്ച് ടൈലൊക്കെ പൊട്ടിയിരിക്കുന്ന കാരണം ഇത് ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അതിൽ തേങ്ങയൊക്കെ വീണൊക്കെ ആയിരിക്കും പൊട്ടിയത്. ഞാനപ്പം അവിടെ ഇരുന്നൊരു സ്ലാബും പിന്നെ വേറൊരു ടൈലും ഇവിടെ കൊണ്ട് വെച്ചു. അന്നേരം അവിടം സെറ്റായി. പിന്നെ ഇവിടം പൊട്ടിയൊക്കെ ഇരിക്കുക. അതൊക്കെ നമുക്ക് പതിയെ സെറ്റാക്കണം.
അപ്പം നമ്മുടെ ആദ്യത്തെ ആളെ നമുക്ക് ഏറ്റവും മൂലയിൽ കൊണ്ടുവെക്കാം. അതായത് കറക്റ്റ് ഇവിടെ കൊണ്ടുവെക്കാം. പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാൻ ഇവിടെ ആയിട്ട് പൈപ്പും ഓസും കിടപ്പുണ്ട്. അപ്പം അത് നമുക്ക് റെഡിയാക്കാം. അപ്പം ശരിയെന്ന്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.